ഗേസ് വെൽക്കം ബാക്ക്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഇത് നോക്കേ, ഫീഡിങ് ആൻഡ് ത്രെഡ് കട്ടിങ് മെക്കാനിസം ലേത്തിലൊരു ടോപ്പിക്കാണ്. ഇതിപ്പോൾ തിയറി ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ അറിയാത്തൊരു ടോപ്പിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പേജേ ഉള്ളെന്നുണ്ടെങ്കിലും 1-2 മണിക്കൂറൊക്കെ പോകുന്ന പോക്ക് പോലും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫീഡ് മെക്കാനിസമാണ്. ഫീഡ് മെക്കാനിസം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫീഡ് മെക്കാനിസം എന്ന് പറയുന്നത് ലേത്തിൽ എന്തിരിക്കുന്നു, ഒരു ഓട്ടോമാറ്റിക് ഫീഡിങ് എനേബിൾ ആക്കുന്നു. അങ്ങനെ അത് ലോങ്ങിറ്റ്യൂഡിന് അല്ലെങ്കിൽ ട്രാൻസ്വേർഡിന് നീഡഡ് ആയിട്ടുള്ള രീതിയിൽ ഏതാണോ നീഡ് അതിനനുസരിച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് ഫീഡിങ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ അതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക് ഫീഡിങ് എന്ത് ചെയ്യുന്നു, ഫിനിഷ് ഓൺ ദ വർക്ക് വിൽ ബി ബെറ്റർ. ദ feeding the tool will be at uniform continuous rate and take less time. Finish the operation while manual labor avoided. സോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്പിൻഡിൽ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പിൻഡിൽ ഗിയർ കണ്ടോ, സ്പിൻഡിൽ ഗിയർ. ഇതാണ് ടംബ്ലർ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത എന്താണ്, ഇത്രയും ഭാഗങ്ങൾ കണ്ടോ, 1, 2, 3, ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഗിയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതൊരു ലീഡ് സ്ക്രൂ അല്ലെങ്കിൽ ഫീഡ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് സ്റ്റഡ് ഗിയർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഓരോന്നിനെയും പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ സ്പിൻഡിൽ ഗിയർ ഈസ് ഫിറ്റഡ് ടു ദ മെയിൻ സ്പിൻഡിൽ ആൻഡ് ഈസ് ഔട്ട്സൈഡ് ദ ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗ്. ഇറ്റ് റിവോൾവ് അലോങ് വിത്ത് ദ മെയിൻ സ്പിൻഡിൽ. ഓക്കെ, അതായത് ഇതാണല്ലോ സ്പിൻഡിൽ ഗിയർ. സ്പിൻഡിൽ ഗിയർ എന്ന് പറഞ്ഞത് ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിങ്ങിൻ്റെ ഔട്ട്സൈഡിലായിട്ടുള്ള മെയിൻ സ്പിൻഡിലല്ലേ, ആ ഒരു മെയിൻ സ്പിൻഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇതെന്ന് പറയുന്നത് ആ ഒരു സ്പിൻഡിലിനൊപ്പം റിവോൾവ് ചെയ്യുന്നു, റൊട്ടേറ്റ് ആവുന്നു പറയുന്നു അല്ലേ. ഓക്കെ, അത് അത്രയല്ലേ ഉള്ളൂ, അതേ ഉള്ളൂ. പിന്നെന്താണ്, പിന്നെ പറയുന്നത് ടംബ്ലർ ഗിയർ യൂണിറ്റ് ആണ്. ഇതാണല്ലോ ടംബ്ലർ ഗിയർ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദ ടംബ്ലർ ഗിയർ യൂണിറ്റ് സെറ്റ് ഓഫ് 3 ഗിയേഴ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ടംബ്ലർ ഗിയർ യൂണിറ്റിൽ എത്ര ഗിയർ ഉണ്ടെന്നുള്ളത്. 3 ഗിയർ. ഓക്കെ, ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ടീത്ത്, അതേ നമ്പറുള്ള ടീത്തുകളും ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് കണക്ട് ദ സ്പിൻഡിൽ ഗിയർ ടു ദ ഫിക്സഡ് ഗിയർ. ഇതിനെ അതായത് സ്പിൻഡിൽ ഗിയറിനെ എന്തിരിക്കുന്നു, ഫിക്സഡ് ഗിയറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് നോക്കണേ, ഇതാണല്ലോ നമ്മുടെ ടംബ്ലർ ഗിയർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, 3 ഗിയർ ഉണ്ട്. അത് നോക്കിയപ്പോൾ 2 ഗിയറേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇയാളെയും കൂടി ഇവിടേക്ക് കൊണ്ടുവരും. ഇയാളെന്ന് പറയുമ്പോൾ ഇതാരാണ്, ഫിക്സഡ് സ്റ്റഡ് ഗിയർ ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പിൻഡിൽ ഗിയറില്ലേ, ഈ ഒരു സ്പിൻഡിൽ ഗിയറിനെ ഈ ഒരു ഫിക്സഡ് സ്റ്റഡ് ഗിയറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സ്പിൻഡിൽ ഗിയറിനെ ഫിക്സഡ് സ്റ്റഡ് ഗിയറുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ആദ്യം നമ്മൾ സ്പിൻഡിൽ ഗിയർ പറഞ്ഞു, പിന്നെ നമ്മൾ ടംബ്ലർ ഗിയർ പറഞ്ഞു. ടംബ്ലർ ഗിയർ എന്ത് ചെയ്യുന്നു, 3 ഗിയർ ഉണ്ട്. ഇതെന്തിരിക്കുന്നു, ഈ ഒരു സ്പിൻഡിൽ ഗിയറിനെ ടംബ്ലർ ഗിയറുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല ഇറ്റ് ഈസ് ആൾസോ കാൾഡ് റിവേഴ്സിങ് ഗിയർ യൂണിറ്റ്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം, യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫീഡ് ഓഫ് ദ ടൂൾ ഫോർ ദി സെയിം ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ സ്പിൻഡിൽ. ഒരു സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷനെ ഒന്നും മാറ്റാതെ അതേ ഡയറക്ഷന് ആ ഒരു സെയിം ഡയറക്ഷൻ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ചേഞ്ച് ഒന്നും വരുത്താതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡയറക്ഷൻ ഓഫ് ഫീഡ് ടൂളിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫീഡിനെ ചേഞ്ച് ചെയ്യുന്നു. അതും ചോദിക്കാം. ടംബ്ലർ ഗിയർ ആണ് എന്ത് ചെയ്യുന്നത്, ഫീഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എൻഗേജ്ഡ് ആൻഡ് ഡിസെൻഗേജ്ഡ് വിത്ത് ദ ഫിക്സഡ് സ്റ്റഡ് ഗിയർ ബൈ ദ ഓപ്പറേഷൻ ഓഫ് ദ ഹാൻഡ് ലിവർ പ്രൊവൈഡ് ദ യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ലിവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഹാൻഡ് ലിവർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു യൂണിറ്റിനെ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് സ്റ്റഡ് ഗിയറുമായിട്ട് ഇതിനെ എൻഗേജ് ചെയ്യിക്കുകയോ ഡിസെൻഗേജ് ചെയ്യിക്കുകയോ ചെയ്യുന്നു. അതായത് ഒന്നുമില്ല, ഇത്രയും നോക്കിയാൽ മതി. സ്റ്റഡ് ഗിയർ ആണ് ഇത് ടംബ്ലർ ഗിയർ ആണ്. ഇത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് 3 ഗിയറുകളുണ്ട്, സെയിം നമ്പർ ഓഫ് ടീത്താണ്. ഈ ഒരു സ്പിൻഡിൽ ഗിയറിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഫിക്സഡ് സ്റ്റഡ് ഗിയറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിനെ ആൾസോ കാൾഡ് റിവേഴ്സിങ് ഗിയർ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫീഡിനെ എന്ത് ചെയ്തിരിക്കുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഫീഡിൻ്റെ ഡയറക്ഷനെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഇത്രയും മാറ്റിയല്ലോ ഇതിനകത്തുനിന്ന്. സോ അപ്പോൾ ഇതിന് താഴെയായിട്ട് ടംബ്ലർ ഗിയർ പറഞ്ഞു, ഫിക്സഡ് സ്റ്റഡ് ഗിയർ. അപ്പോൾ ടംബ്ലർ ഗിയർ, അപ്പോൾ സ്പിൻഡിൽ ഗിയർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടംബ്ലർ ഗിയർ പറഞ്ഞു. ഇനി നമ്മൾ ഫിക്സഡ് സ്റ്റഡ് ഗിയർ പറയുന്നു. എന്താണ് ഫിക്സഡ് സ്റ്റഡ് ഗിയർ? ഫിക്സഡ് സ്റ്റഡ് ഗിയറിലേക്ക് ഡ്രൈവ് എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കിയേ. ഫിക്സഡ് സ്റ്റഡ് ഗിയർ
The fixed study gear get the drive from the main spindle through tumbler gear unit and run at the same number of revolution per minute as the spindle gear on most lathe. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, അതായത് ഈ ഒരു സ്പിൻഡിൽ ഗിയറിൽ നിന്നുള്ള ഡ്രൈവിനെ ടംബ്ലർ ഗിയർ വഴി ഫിക്സഡ് സ്റ്റഡ് ഗിയറിലേക്ക് എത്തുന്നു, അല്ലേ? അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഫിക്സഡ് സ്റ്റഡ് ഗിയർ ഡ്രൈവ് കിട്ടുന്നത്? ഈ ഒരു ടംബ്ലർ ഗിയർ വഴി സ്പിൻഡിൽ നിന്നുള്ള ഡ്രൈവിനെ ടംബ്ലർ ഗിയർ വഴി ഫിക്സഡ് സ്റ്റഡ് ഗിയറിലേക്ക് എത്തുന്നു. സോ അതുപോലെ തന്നെ അതെന്ത് ചെയ്തിരിക്കുന്നു? അത് റൺ ചെയ്യുന്നത് സെയിം നമ്പർ ഓഫ് റെവല്യൂഷൻ RPM റെവല്യൂഷൻ പെർ മിനിറ്റ് സ്പിൻഡിൽ ഗിയറിന് സെയിം നമ്പർ ഓഫ് റെവല്യൂഷനിൽ മോസ്റ്റ്ലി ഏതിലും അതെന്ത് ചെയ്തിരിക്കുന്നു? അത് റൺ ആവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഈ കാണുന്നത് ചേഞ്ച് ഗിയർ യൂണിറ്റ് ആണല്ലേ. ചേഞ്ച് ഗിയർ യൂണിറ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് ചേഞ്ച് ഗിയർ യൂണിറ്റ് ആണ്. എന്താണ്? ദ ഫിക്സ്ഡ് സ്റ്റഡ് ഗിയർ ട്രാൻസ്മിറ്റ് ഇറ്റ്സ് ഡ്രൈവ് ത്രൂ ചേഞ്ച് ഗിയർ യൂണിറ്റ് ടു ദ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്. അതായത് ഈ ഒരു ഫിക്സ്ഡ് സ്റ്റഡ് ഗിയർ ഡ്രൈവ് അതിൻ്റെ ഡ്രൈവിനെ ഈ ഒരു എന്താണ് ചേഞ്ച് ഗിയർ യൂണിറ്റുകൾ വഴി ഈ ഒരു ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ പോയിന്റ് നോക്കേ. The change gear unit has provision of changing the driver driven and the idler gears from the set of change gears available for the purpose of feed changing as an addition unit. ഓക്കെ, അതൊന്ന് വായിച്ച് വെച്ചാൽ മതി. അടുത്തത് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ്. സോ നമുക്ക് ഡ്രൈവിനെ എവിടെ നിന്നാണ്? ഇവിടെ നിന്നും ഈ ഒരു ചേഞ്ച് ഗിയർ യൂണിറ്റ് വഴി ഫിക്സ്ഡ് സ്റ്റഡ് ഗിയർ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സിലെത്തി. അടുത്ത് നമ്മൾ പറയുന്നത് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ്. എന്താണ് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് നോക്കാം. ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ലിവേഴ്സ് ഔട്ട്സൈഡ് ദ ബോക്സ് കാസ്റ്റിംഗ്. ഒരു ബോക്സ് കാസ്റ്റിങ്ങിൻ്റെ ഔട്ട്സൈഡിലായിട്ട് എന്തുണ്ടായിരിക്കും? ലിവേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, അതെന്താണെന്ന് എൻ്റെ പർപ്പസ് നോക്കാം. ഡിഫറൻറ്റ് ഗിയർ ആർ ബ്രോട്ട് ഇൻ മെഷ് സോ ദാറ്റ് ദ ഡിഫറൻറ്റ് ഫീഡ് റേറ്റ് ക്യാൻ ബി ഗിവൺ ദ ടൂൾ. ഓക്കെ, ഏതോ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. ആൻഡ് ഷിഫ്റ്റിംഗ് ദ ലിവേഴ്സ്. ഈ ലിവേഴ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ്? വ്യത്യസ്ത ഗിയറുകളെ തമ്മിൽ മെഷ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, വ്യത്യസ്ത ഗിയറുകൾ തമ്മിൽ യോജിക്കുന്നു. അങ്ങനെ ഡിഫറൻറ്റ് ഫീഡ് റേറ്റിനെ ടൂളിലേക്ക് എത്തിക്കാം. സോ അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. വ്യത്യസ്ത ഡിഫറൻറ്റ് ഫീഡ് റേറ്റിനെ ടൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതും കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾക്ക് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സും കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? ഈ ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലേ, വെയിറ്റ് ചെയ്യുക. ഫീഡ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഫീഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ദ ഡ്രൈവ് ഫ്രം ദ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്. ആ ഒരു ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സിൽ നിന്നും ആ ഒരു ഫീഡ് ഷാഫ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഡ്രൈവ് വരുന്നു. ആൻഡ് ത്രൂ ദ അപ്രോൺ മെക്കാനിസം. അത് അപ്രോൺ മെക്കാനിസത്തിലേക്ക് പോയിട്ട് ആ ഒരു റോട്ടറി മൂവ്മെൻറ്റ് ഓഫ് ദ ഫീഡിനെ നമ്മുടെ ഷാഫ്റ്റിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഫീഡ് ഷാഫ്റ്റിനെ എന്ത് ചെയ്തിരിക്കുന്നു? കൺവേർട്ട് ചെയ്ത് ലീനിയർ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂളാക്കി മാറ്റുന്നു. അതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ ആപ്രോൺ മെക്കാനിസമാണ്. സോ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു റോട്ടറി മൂവ്മെൻറ്റ് ഓഫ് ദ ഫീഡ് ഷാഫ്റ്റിൽ നിന്നുള്ള ആ ഒരു ഫീഡിനെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ആപ്രോൺ മെക്കാനിസം വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷാഫ്റ്റിൽ നിന്നും കൺവേർട്ട് ചെയ്തിട്ട് ലീനിയർ മൂവ്മെൻ്റ് ആക്കി മാറ്റുന്നത്. റോട്ടറി മൂവ്മെൻറ്റിനെ കൺവേർട്ട് ചെയ്ത് ലീനിയർ മൂവ്മെൻ്റ് ആക്കുന്നത്. ആപ്രോൺ മെക്കാനിസം എന്താണെന്ന് നോക്കാം. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Apron mechanism has the arrangement for transmitting the drive from the lead shaft. ആ ഒരു ഫീഡ് ഷാഫ്റ്റിൽ നിന്നും എന്താണ്? സാഡിൽ ഫോർ ദ ലോങ്ങിറ്റ്യൂഡൽ മൂവ്മെൻറ്റ്, സാഡിലേക്ക് എന്താണ്? ലോങ്ങിറ്റ്യൂഡൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും ആൻഡ് ഫീഡിൽ നിന്നും ക്രോസ് സ്ലൈഡിലേക്ക് എന്തിരിക്കുന്നു? ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ് ഓഫ് ദ ടൂളിലും എത്തിക്കുന്നു, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സാഡിലേക്ക് എന്താണ്? ആ ഒരു ഫീഡ് ഷാഫ്റ്റിൽ നിന്ന് സാഡിലേക്കാണെന്നെങ്കിൽ ലോങ്ങിറ്റ്യൂഡൽ മൂവ്മെൻ്റ് ആണ്. ആ ഒരു ഫീഡ് ഷാഫ്റ്റിൽ നിന്നും ക്രോസ് സ്ലൈഡിലേക്കാണെന്നെങ്കിൽ ട്രാൻസ്വേഴ്സ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് പോകുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പം എങ്ങനെ ഈ ഒരു ക്ലാസ് ഉണ്ടെന്നറിയില്ല. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ടൈം എടുത്തതാണ്. 1-2 മണിക്കൂറെങ്ങാണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം ഞാനൊരു ടോപ്പിക്ക് ഞാൻ നോക്കിയിട്ടുള്ള ടോപ്പിക്കായിരുന്നില്ല ഇത്. മാത്രമല്ല നമ്മൾ ക്ലാസ്സുകളൊന്നും ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തു ഇത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയാലുള്ള ഗുണമെന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ പല കോച്ചിങ് സെൻറ്ററുകളും അങ്ങോട്ട് എഫക്റ്റീവായ രീതിയല്ല. പല ക്ലാസ്സസുകളും ആഡ് ചെയ്യുക, കൂടുതൽ ക്ലാസ്സസ് ആഡ് ചെയ്യുക, ആവശ്യമില്ലാത്ത ടോപ്പിക്ക് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇങ്ങനെ പഠിക്കേണ്ടി വരുന്നു.